ഇറക്കിയിട്ടുള്ള മദ്രസാ കുട്ടികളെടുത്ത് കൊടുത്തയച്ചിട്ടുള്ള പുസ്തകത്തിൽ പോലും പ്രാർത്ഥനയുടെ ബുക്കിൽ പോലും സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. സയ്യിദന എന്ന് അവിടെ ഇല്ല. മുജാഹിദുകൾ സയ്യിദന എന്ന് സ്വലാത്തിനെ വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ അവരിറക്കിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് ആ സ്വലാത്ത് നിങ്ങൾ കാണുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് നീ രക്ഷ കൊടുക്കണേ, കരുണ ചെയ്യണേ എന്നാണ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് കൊടുക്കണേ എന്നാണ്. അപ്പോൾ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്വലാത്ത്. എന്നാൽ ഈ സ്വലാത്തിനെ കച്ചവടമാക്കി മാറ്റുകയും ഈ സ്വലാത്തിനെ ദുരുപയോഗം ചെയ്യുകയും സ്വലാത്തിനെ പാട്ടാക്കി മാറ്റുകയും ചെയ്യുന്ന സ്വലാത്ത് നഗറുകളും ദിക്ർ ഹൽക്കകളുമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ഇത് പുത്തൻ ആചാരമാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം സ്വലാത്തിനെ എതിർക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ ബഹുമാന്യനായ KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. ഇത് കണ്ടാൽ കണ്ടോ മുഹമ്മദ് റസൂലുള്ളാഹിയെ പരിഹസിക്കുന്നത് കണ്ടില്ലേ എന്നല്ലേ ആർക്കും തോന്നുക. പൊയ്ത്തുംകടവിലും മറ്റു പല പ്രദേശങ്ങളിലും ഈ ക്ലിപ്പിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് നരകരക്ഷയാണ് വലുത്, സ്വർഗപ്രവേശനമാണ് വലുത്. അതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ലാതെ മറ്റൊരു മാർഗമില്ല. അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സ്വലാത്ത്? സ്വലാത്തിന്റെ മഹത്വം വിശദീകരിക്കുകയും സ്വലാത്തിനെ പാട്ടാക്കി പരിഹസിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പ്രസംഗത്തിന്റെ പൂർണ്ണ ഭാഗം KV അബ്ദുൽ ലത്തീഫ് മൗലവി അവതരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അല്ലാതെ നബിയുടെ പേരിൽ സ്വലാത്ത് തെറ്റാണോ? അങ്ങനെ മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ഒരു പ്രാർത്ഥനയും ഉണ്ടാവില്ല. പ്രവാചകന്റെ പേര് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ മുജാഹിദല്ല. പോരെ, പിന്നെ എങ്ങനെ എഴുതിക്കൂല നിങ്ങള്? ഞാനിങ്ങനെ പ്രസംഗിച്ച് തുടങ്ങുമ്പോ എന്താണ് നിങ്ങൾ സലാത്ത് ചെല്ലാത്തത് വരെ ചെല്ലാത്തതിന് ഫൈന് വിളിച്ചുകൊണ്ട് 10 സലാത്ത് സല്ലല്ലാഹ് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കുത്തും. ഞാൻ എന്ത് ചെയ്യാ? ചായയും ദശമൂലാഴ്ച ഒക്കെ കുടിക്കുക. നിങ്ങൾ ഇങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് അത് ചെയ്യുക. അത് ചെല്ലാത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? കേട്ടോ, നിർദ്ദാസോ മൻ സല്ലല്ലാഹു വാഹിദത്തൻ, ഒരാൾ എന്റെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അസ്റാഅത്ത് അവന് 10 നന്മ അല്ലാഹു അനുഗ്രഹമായി നൽകും. ഒരു പ്രാവശ്യം നബിന്റെ പേരിൽ സലാത്ത് ചെല്ലിയാൽ. ഇനി നിർദ്ദാസോ പറഞ്ഞു അൽ ബഖീലു മൻ യുഖത്തിൻദഹു ഫലൻ യുസല്ലി അലൈഹി, ഒരു ആളുടെ പേര് എന്റെ പേര് ഒരാളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് ചെല്ലിയിട്ടില്ലെങ്കിൽ അവൻ ശിക്ഷനാണ്. ഇനി എന്താ കേൾക്കേണ്ടത്? അപ്പൊ നബിയുടെ പേരിൽ കേൾക്കുമ്പോ ഇതെന്താ ഇപ്പൊ നമ്മൾ സലാത്ത് എങ്ങനെ പേരിൽ അറിയത്? നബിന്റെ പേരിൽ സലാത്ത് കേൾക്കുന്നത്, നബിന്റെ പേരിൽ സലാത്തും സലാമും ചെല്ലുന്നല്ല അറിയത്. പിന്നെ നബിയെ വിളിച്ചിട്ട് പാട്ട് കേൾക്കാം. അങ്ങനെ നബിനോട് സലാം. ഞങ്ങളെ കണ്ടപ്പോ അംസാസേ സലാമലൈക്കും, അംസാസ് പായിന്നോ നമ്മളെ പേരിക്ക് ധാരാളമായി കിട്ടുമല്ലോ. എന്താ കാരണം? ഇങ്ങനെ ആരും സലാത്തില്ലോ ഉണ്ടോ? നബില് ആജരെ കണ്ടു. ആജരെ കണ്ടപ്പോ ആജരെ സലാമലൈക്കും അല്ലേ? പിന്നെ പെണ്ണുങ്ങളെ കണ്ടപ്പോ പെണ്ണുങ്ങളെ സലാമലൈക്കും, പെണ്ണുങ്ങൾ പറയും. ഇങ്ങനെ നബിക്ക് സലാം കണ്ടാണ് നമ്മൾ പറഞ്ഞത്. വിഷയമില്ല. ഇങ്ങനെ വാച്ചാണല്ലോ നബിനോട്. നമ്മളിപ്പോ നാട്ടിൽ ഒരാളോട് ഇങ്ങനെ അയാളെല്ലാം ഉണ്ടാവും. നിങ്ങളെന്ത് പറയും? അയാളെന്ത് മനുഷ്യൻ, അയാൾ സലാം ചെല്ലുന്നൊക്കെ പാട്ട് കഴിക്കുക അല്ലേ പറയില്ലേ? പക്ഷെ നമ്മൾ നോക്കൂ, ഒരു ക്ലിപ്പ് കട്ട് ചെയ്ത് ദുരുപയോഗം ചെയ്യുന്നത് എത്ര വ്യക്തമാണ്. ഇതാണ് ഇവർ പലയിടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലിപ്പ് കട്ട് ചെയ്യൽ പണ്ഡിതന്മാർക്ക് യോജിച്ചതാണോ എന്ന് നാം ഓരോരുത്തർ വിലയിരുത്തേണ്ടതുണ്ട്. സ്വലാത്തിനെ എതിർക്കുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി പറയാനുള്ള മറ്റൊരു കാരണം, റമളാൻ 27-ന് അവസാനത്തെ 10 മുഴുവനും റസൂലുള്ളാഹിയും സ്വഹാബത്തും പള്ളിയിലായിരുന്നുവെങ്കിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ കാന്തപുരം വിഭാഗം പള്ളി വിട്ട് പാടത്തേക്ക് ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. പള്ളി വിട്ട് പാടത്തേക്കല്ല പോകേണ്ടത്. മിനാ മൈതാനിയും അറഫ മൈതാനിയും ആരുമില്ലാഞ്ഞിട്ട് പോലും 27-ാം രാവിൽ റസൂലുള്ള സ്വഹാബത്തിനെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് പള്ളിയിലേക്ക് ഔദ്യോഗിക സമസ്ത പോലും ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത് എന്നാണ് ആ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത്. സ്വലാത്തിന്റെ പേരിൽ ചൂഷണം, വിശ്വാസികൾ വഞ്ചിതരാകരുത് എന്നാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെതായി പത്രത്തിൽ വന്ന വാർത്ത. ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വലാത്ത് നഗറിലേക്കല്ല മറിച്ച് പള്ളിയിലേക്കാണ് ഇഅ്തികാഫിന് വേണ്ടിയാണ് 27-ാം രാവ് അടക്കം പോകേണ്ടത് എന്ന് പറയുമ്പോൾ മുജാഹിദുകൾ സ്വലാത്തിനെ എതിർക്കുന്നവരെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ
നമുക്കറിയാം ആമീൻ എന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ലേ. എന്നാൽ സ്വലാത്ത് നഗറിൽ മഹാനായ റസൂലുള്ളയോട് പ്രാർത്ഥിക്കുന്ന രംഗവും അവിടെ ആമീൻ പറയുന്നതും നിങ്ങളൊന്ന് കേൾക്കുക. അവിടുത്തേക്ക് നമ്മുടെ കരത്തെ ഉയർത്തിയിരിക്കുന്നതിലേ ഞങ്ങളെ സ്വീകരിക്കണേ ഞങ്ങളെ എടുക്കണേ ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതായ നമ്മൾ ചെല്ലിയ ഓരോ വരികൾ അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടെന്ന് നബിയേ ഞങ്ങളെ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേരത്തെയും സംഭാവനകൾ സ്വർണ്ണാഭരണങ്ങൾ നൽകി ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ട് അവരേരോരുത്തരും അവിടുത്തെ അറിയാവുന്ന നബിയെ അവരെ കെടുക്കണേ വെറുതെ അവരുടെ കൽവിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവരൊന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയെ അവരുടെ പൊറുക്കണേ കൂട്ടായി അവിടുത്തെ മഹാഭാഷകൾ അതിനൊരുങ്ങുന്ന സ്വീകരിക്കണേ. അപ്പോൾ സഹോദരങ്ങളെ, എവിടെ എത്തി കാര്യങ്ങൾ? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 കൂലി എന്ന് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ പ്രസംഗം നമ്മൾ കേട്ടല്ലോ. മാത്രമല്ല സ്വലാത്ത് നഗറിലേക്ക് ആളെ കൂട്ടാൻ അവിടെ തട്ടിപ്പ് നടത്തുന്നു എന്ന് വരെ സമസ്ത ഔദ്യോഗിക വിഭാഗം പറയുന്ന കാര്യവും കൂടി നിങ്ങളൊന്ന് കേൾക്കുക. ഇവിടെ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്ന ഇതിവരെ സ്ഥിരം വഞ്ചന കാപട്യം എന്നും അങ്ങനെയാണ്. ഞാൻ ഓർക്കൊക്കെ ഒറ്റക്കാരങ്ങൾ അവസാനിപ്പിക്കുന്നു കൂലിക്കുഴിത്തങ്ങൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ കൂലിക്കുഴിത്തങ്ങൾ? ആരാണ് കൂലിക്കുഴിത്തങ്ങൾ? ആരാണ് സ്വലാത്ത് നഗർ ഫസ്റ്റ് ആയിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഈ കൂലിക്കുഴിത്തങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ആളുകൂടി ഒന്നും ഇങ്ങനത്തെ കറാമത്താണ്. ഇമ്മാതിരി കറാമത്ത് എങ്ങനെ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാർ. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അഭിനയിക്കാൻ 2000 രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്നിരിക്കും. ഇയാളെങ്ങനെ കൊത്തിച്ചാടുകയില്ല. നാടകത്തിൽ അഭിനയിക്കുന്ന ആ വിദഗ്ധനായ എല്ലാ പൊട്ടിട്ടുന്ന കാര്യമല്ലേ. അയാൾ അംഗവൈകല്യത്തുള്ള മുമ്പിൽ വന്നിരുന്നിട്ട് സ്വലാത്തിന് കൂടി ദുആക്ക് പങ്കെടുത്തു. അംഗവൈകല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ആക്കുവാക്കാം. ഇയാൾ ആ സദസ്സിൽ വരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആ കഴിഞ്ഞപ്പോൾ ഇയാൾ കാര്യം നേരെയായി ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരു 100 ശുക്ർ. നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തൽസമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോടെ കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹനങ്ങളെ പുറത്താക്കി സ്വലാത്തിന്റെ പേരുള്ള ചൂഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ മാത്രമല്ല ഖബർ സിയാറത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ജാബിറുല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം ഒരു ചാൺ മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ എന്നും അതൊരു വീട്ടിന്റെ ഉള്ളിലാണെന്നും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അതിന്മേൽ കുബ്ബ വന്നത് എന്നതും സിറാജ് പത്രത്തിൽ വരെ വന്നിട്ടുള്ള തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ കുബ്ബ പൊളിക്കണം എന്ന രൂപത്തിൽ, അതിനെ കള്ളചാരം എന്ന് പറഞ്ഞു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി സൈറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള കള്ളചാരങ്ങളെ കുറിച്ച് പ്രചരിപ്പിക്കുമ്പോൾ നബിയുടെ ഖബർ പൊളിക്കണമെന്ന് പറഞ്ഞു എന്ന് കരയിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ അവസ്ഥ ബഹുമാന്യനായ ഹുസൈൻ സലഫി തന്നെ വിശദീകരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഇവരുണ്ടാക്കിയ ഖബറുകളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുണ്ടാക്കിയ ഖബറുകളെ തന്നെ വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് ഇവർ ഖബറുകളെ ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. കാണാക്കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ ഖബർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവരിൽ തൂക്കിയിടുന്നുമുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാക്കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവരിറക്കിയിട്ടുണ്ട്. അതിൽ കാണുന്ന ജാറമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ, ശ്രദ്ധിച്ചു നോക്കിക്കോളണം. ഇവർക്ക് എത്ര ജാറത്തിന്റെ ഫോട്ടോകൾ കയ്യിൽ നിന്ന് മനസ്സിലാക്കോ? ഈ ജാറും യാഗമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ കണ്ട ഫോട്ടോ അല്ല ഇത്. ഇവർ വരച്ചുണ്ടാക്കി കമ്പ്യൂട്ടറിൽ ടിപ്പണി നടത്തിയതാണ്. കൈക്രിയ നടത്തിക്കൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു ജാറമാണിത്. ഒക്കെ ഇങ്ങനെ ജാറില്ല, ഇതാണ് ഇവരുണ്ടാക്കിയത്. ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞങ്ങളുടെ മുത്ത് നേതാവിന്റെ ഖബറല്ല കേട്ടോ. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ കള്ളകാലത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇവരെത്രയാണ് കള്ളത്തരങ്ങൾ കാണിക്കാറുള്ളത്. ഇനി അതാ ഇവരുടെ വെബ്സൈറ്റിൽ
നിങ്ങൾക്ക് വേറൊരു ധാരം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കോളൂ. അതാ വെബ്സൈറ്റിൽ ഒരു ഖുറാഫികളുടെ ഖുബൂരികളുടെ കേരളത്തിലെ ഖുബൂരികൾ നടത്തുന്ന വെബ്സൈറ്റിൽ ഇന്റർനെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ